നമസ്കാരം. ബി.ജെ.പിയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം പാർട്ടിയിൽ പുകയുന്നു. ലക്ഷങ്ങളുടെ വെട്ടിപ്പിൽ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയതോടെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ് എന്നിവരടങ്ങുന്ന കമ്മീഷനെയാണ് സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ചത്. സമിതി റിപ്പോർട്ടിൽ കുറ്റക്കാരായ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് തെറിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൊടകര ഫണ്ട് വിവാദം മുന്നിലുള്ളതിനാൽ പഴുതടച്ചാണ് ഇക്കുറി ഫണ്ട് വിതരണം നടത്തിയത്. എന്നിട്ടും ലക്ഷങ്ങളുടെ ഫണ്ട് വെട്ടിപ്പ് നടന്നുവെന്നതാണ് കേന്ദ്ര നേതൃത്വത്തെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കർശന നടപടിക്ക് നിർദ്ദേശിച്ചത്. ബി.ജെ.പിയുടെ കൊടികൾ വിതരണം ചെയ്യാനുള്ള കരാറും ഹെലികോപ്റ്റർ അടക്കമുള്ള കരാറുകളുമാണ് പാർട്ടിയിൽ പുകയുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഓഫീസ് സെക്രട്ടറി എന്നിവരാണ് കരാറുകളുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായത്. കുറ്റക്കാർ ആണെന്ന് തെളിഞ്ഞാൽ ഇവർക്കെതിരെ കർശന നടപടി വരും. അതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 3 നേതാക്കളെ ചുമതലയിൽ നിന്ന് നീക്കിയെന്ന് കാട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലുള്ള സർക്കുലർ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് നിഷേധിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഫണ്ട് വിവാദം പാർട്ടിയിൽ പുകയുക തന്നെയാണ്. കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിലേക്ക് കൊടികൾ എത്തിക്കുന്നത്. ഇക്കുറി കൊടികൾ എത്തിക്കാൻ വൈകി. അതോടെ UP ആസ്ഥാനമായ കമ്പനിക്ക് കൊടികൾ എത്തിക്കാൻ കേരള നേതൃത്വം കരാർ നൽകി. 1,75 ലക്ഷം രൂപയ്ക്കാണ് കരാർ നൽകിയത്. ഇതിനാണ് തിരിമറി സംശയിക്കുന്നത്. കരാർ ഉറപ്പിക്കാൻ കൂട്ടുനിന്നവർക്കെല്ലാം കമ്മീഷൻ ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. UP കമ്പനിയാണെങ്കിലും ഉടമകൾ കേരള നേതാക്കളുമായി ബന്ധപ്പെട്ടവരാണ് എന്ന വിവരവും കൂടി പുറത്തു വന്നതോടെ ആരോപണങ്ങൾക്ക് ശക്തി കൂടുകയും ചെയ്തു. കൊടികൾക്ക് കൊട്ടേഷൻ നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുള്ളവർക്ക് കൊട്ടേഷൻ തുകകളെ പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയാം. UP കമ്പനിയുടെ കൊട്ടേഷൻ മറ്റു കമ്പനികളുടെ കൊട്ടേഷനുകളെക്കാൾ കുറവായിരുന്നു. സ്വാഭാവികമായും അവർക്ക് തന്നെ കരാർ ലഭിച്ചു. അതേസമയം കേന്ദ്ര നേതൃത്വവും കൊടികൾ എത്തിച്ചു. ഈ കൊടികൾക്ക് പണം നൽകിയില്ല. 2 കോടിയോളം രൂപ ലഭിക്കാതായപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ പണം നൽകാൻ നിർദ്ദേശം വന്നു. ഇതോടെ ഈ കൊടികൾക്ക് പണം സംസ്ഥാന നേതൃത്വം നൽകുകയും ചെയ്തു. അതേസമയം സംസ്ഥാന നേതൃത്വത്തിന്റെ കൊട്ടേഷൻ പ്രകാരമുള്ള 2 കോടിയുടെ കൊടികളും കേരളത്തിലെത്തി. ഇതോടെ കൊടികളുടെ പൂരമായി. ഇത്ര കൊടികൾ ആവശ്യമില്ലാത്തതിനാൽ ഇതെല്ലാം ഗോഡൌണിലേക്ക് മാറ്റുകയും ചെയ്തു. നേതാക്കൾക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത കരാറിലും വാഹനങ്ങൾ വ്യാപകമായി വാടകയ്ക്ക് എടുത്തതിലും ഇതേ അഴിമതികൾ മണക്കുന്നുമുണ്ട്. ഇത്രയൊക്കെ ശ്രദ്ധ ചെലുത്തിയിട്ടും ഫണ്ട് വെട്ടിപ്പ് നടന്നതിൽ രാജീവ് ചന്ദ്രശേഖറും കടുത്ത അതൃപ്തിയിലാണ്. ഈ അതൃപ്തി അദ്ദേഹം കോർ കമ്മിറ്റി അംഗങ്ങളെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുമ്മനത്തിന്റെ സമിതി റിപ്പോർട്ട് ഈ കാര്യത്തിൽ നിർണായകമാണ്. ഈ റിപ്പോർട്ട് പ്രകാരമാവും നേതാക്കൾക്കെതിരെ നടപടി വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ബി.ജെ.പിയിൽ വലിയ ശുദ്ധീകരണത്തിനാണ് വഴി തെളിഞ്ഞിരിക്കുന്നത്. ആരൊക്കെ പുറത്താകുമെന്ന് കാത്തിരുന്നറിയേണ്ട കാര്യവുമാണ്.